അപ്പോൾ നമ്മൾ ഇന്ന് മക്രോണി വെച്ചൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് സവാള, തക്കാളി, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മക്രോണി ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിങ്ങനെ സ്റ്റിക്കായി നിൽക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിങ്ങനെ ഉതിർന്ന് കിട്ടുന്ന പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇത് മാറ്റിയിടുക, അതിൻ്റെ വെള്ളം ഊറ്റി കളയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ഇവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക്, തക്കാളി, ഒനിയൻ, ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. നല്ലപോലെ ഉള്ളി ഒന്ന് നല്ല ചുവന്ന നിറത്തിലാവണ്ട, ഒരു പച്ച നിറം അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, നമ്മൾ നേരത്തെ ഒരു പച്ചമുളക് എടുത്തിട്ടതാണ്. അപ്പം എരിവ് എത്രയാണോ വേണ്ടത് അത്രയ്ക്ക് മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അധികമൊന്നും ഇടണ്ട, കുറച്ച് മാത്രം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അധികമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് മാത്രം മതി. അപ്പം ഇത് നല്ലപോലെ വെള്ളമാവാനും പാടില്ല, നല്ലപോലെ കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം സൈസിലാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്രീമി ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം നന്നായിട്ട് ഇതിലേക്ക് കിടന്ന് തിളയ്ക്കട്ടെ. അപ്പം വെള്ളം തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മക്രോണി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രേവി ഈ മക്രോണിയിൽ പിടിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക, നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ കൂടെ വിതറുന്നുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ മക്രോണി മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടെ അതിൻ്റെ മുകളിൽ കൂടെ വിതറിയിട്ടിട്ട് ഒന്നും കൂടെ ഇളക്കുക. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളൊക്കെ ഇന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ.